ഇക്കണോമിക്സ്, അതായത് സാമ്പത്തിക ശാസ്ത്രം. ചാപ്റ്റർ 5 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ. ഓക്കെ, നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് കിട്ടിയ ഈ മെറ്റീരിയലുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെ, ഇക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഒറ്റ നോട്ടത്തിൽ ഒരുപാട് ഫോർമുലാസ് ഒക്കെ കാണുമ്പോൾ ഒരു പേടി തോന്നാം, അല്ലേ? സ്വാഭാവികമാണ്, പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. ഈ ഭാഗം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. തീർച്ചയായും. ഈ ചാപ്റ്ററിൽ നിന്ന് ഡെഫിനിഷൻസ്, പിന്നെ കണക്കുകൾ, ഷോർട്ട് ആൻസേഴ്സ്, അങ്ങനെ പലതരം ചോദ്യങ്ങൾ വരാം. ഇത് മനസ്സിലാക്കിയാൽ ഒരു വലിയ കൂട്ടം ഡേറ്റയെ എങ്ങനെ ഒരൊറ്റ സംഖ്യ കൊണ്ട് പ്രതിനിധീകരിക്കാം എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. നമ്മുടെ നിത്യജീവിതത്തിലും ഇത് ഒരുപാട് ഉപയോഗമുള്ള ഒന്നാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി മാർക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ശരാശരി മഴ എന്നൊക്കെ പറയുന്നത് പോലെ. അതെ, നിങ്ങളുടെ പുസ്തകത്തിൽ ബൈജു എന്ന കർഷകന്റെ കാര്യം പറയുന്നുണ്ട്. 50 കർഷകരുള്ള ഒരു ഗ്രാമത്തിൽ ബൈജുവിന്റെ സാമ്പത്തിക നില എന്താണെന്ന് അറിയാൻ എന്തു ചെയ്യും? ആ ഗ്രാമത്തിലെ മുഴുവൻ കർഷകരുടെയും ഒരു ശരാശരി കാണണം. അതെ, അതിനാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അരിത്മെറ്റിക് മീൻ, മീഡിയൻ, മോഡ് എന്നിവ എന്താണെന്നും അതെങ്ങനെ കണക്കാക്കാമെന്നും വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ എന്താണ് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? ലളിതമായി പറഞ്ഞാൽ എന്താണിത്? ഒരു കൂട്ടം ഡേറ്റ, അതിനെ പ്രതിനിധീകരിക്കാൻ കഴിവുള്ള ഒരൊറ്റ മൂല്യത്തെ, ഒരു സിംഗിൾ റെപ്രസെന്റേറ്റീവ് വാല്യൂനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതായത് ഒരുപാട് നമ്പറുകൾക്ക് പകരം അവയുടെയെല്ലാം സ്വഭാവം കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്പർ. അതെ, ഇതിനെ ആവറേജസ് എന്നും പറയാറുണ്ട്. പ്രധാനമായും 3 തരം ആവറേജസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണത്? 1 അരിത്മെറ്റിക് മീൻ, 2 മീഡിയൻ, പിന്നെ 3ാമത്തേത് മോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായി വിശദമായി നോക്കാം. ആദ്യത്തേത് അരിത്മെറ്റിക് മീൻ. ഇതാണോ നമ്മൾ സാധാരണ ആവറേജ് എന്ന് പറയുന്നത്? അതെ, ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ശരാശരി ഇതാണ്. അതെങ്ങനെയാ കണക്കാക്കുന്നത്? വളരെ ലളിതമാണ്. എല്ലാ സംഖ്യകളും കൂട്ടി അവയുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് അരിത്മെറ്റിക് മീൻ. ഇതിന് നമ്മൾ എക്സ് ബാർ എന്ന ചിഹ്നം ഉപയോഗിച്ച് സൂചിപ്പിക്കും. ഫോർമുലയായിട്ട് പറഞ്ഞാൽ? ഫോർമുല ഇതാണ്: എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് എൻ. ഓക്കെ, അതിലെ ഓരോ അക്ഷരങ്ങളും എന്താണ്? ഇവിടെ സിഗ്മ എന്ന് വെച്ചാൽ ആകെ തുക, അല്ലെങ്കിൽ സം ഓഫ്. ശരി. എക്സ് എന്നാൽ ഓരോ ഒബ്സർവേഷനും, അതായത് ഓരോ സംഖ്യയും. എൻ എന്നാൽ ആകെ എണ്ണം. ഡാറ്റ പലതരത്തിൽ തരാറുണ്ടല്ലോ, അൺഗ്രൂപ്ഡ്, ഗ്രൂപ്ഡ് എന്നൊക്കെ. അപ്പോൾ കണക്കാക്കുന്ന രീതി മാറുമോ? നല്ല ചോദ്യം. അടിസ്ഥാന ആശയം ഒന്നുതന്നെ, പക്ഷെ ഡേറ്റയുടെ സ്വഭാവമനുസരിച്ച് കണക്കാക്കുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരും. ഉദാഹരണത്തിന് അൺഗ്രൂപ്ഡ് ഡാറ്റയാണെങ്കിൽ? അൺഗ്രൂപ്ഡ് ഡാറ്റയിൽ നമുക്ക് നേരിട്ട് ചെയ്യാം. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 5 കുട്ടികളുടെ മാർക്ക് 40, 50, 55, 78, 58 ആണെന്ന് വയ്ക്കുക. ഓക്കെ. അപ്പോൾ മീൻ കാണാൻ ഇതെല്ലാം കൂടി കൂട്ടുക, എന്നിട്ട് 5 കൊണ്ട് ഹരിക്കുക. 40 + 50 + 55 + 78 + 58 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 56.2 എന്ന് കിട്ടും. സംഖ്യകൾ വലുതാണെങ്കിലോ അപ്പോൾ കൂട്ടാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതെ, അപ്പോഴാണ് നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. കണക്കുകൂട്ടൽ എളുപ്പമാക്കാനാണിത്. നമ്മൾ ഒരു സംഖ്യയെ മീനായിട്ടെന്ന് സങ്കൽപ്പിക്കും, അസ്യൂംഡ് മീൻ അല്ലെങ്കിൽ എ. എന്നിട്ട് ഓരോ സംഖ്യയും ഈ എയിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ട്, അതായത് ഡീവിയേഷൻ ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കും. അതിനും ഫോർമുലയുണ്ടോ? ഉണ്ട്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ. ഇത് കണക്കുകൂട്ടൽ കുറച്ചുകൂടി എളുപ്പമാക്കും. ഈ മീനിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? പരീക്ഷയ്ക്ക് ഓർക്കാൻ എളുപ്പമുള്ള എന്തെങ്കിലും? ഉണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കണം. 1, എല്ലാ സംഖ്യകളിൽ നിന്നും അവയുടെ മീൻ കുറച്ചാൽ കിട്ടുന്ന വ്യത്യാസങ്ങളില്ലേ, ഡീവിയേഷൻസ്. ഉണ്ട്. അതിന്റെ എല്ലാം ആകെ തുക എപ്പോഴും 0 സിഗ്മ എക്സ് എക്സ് ബാർ ഈക്വൽ ടു 0. ഓക്കെ. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മീൻ ഒരു ഡേറ്റയിലെ ഏറ്റവും വലുതോ ചെറുതോ ആയ സംഖ്യ കൊണ്ട്, അതായത് എക്സ്ട്രീം വാല്യൂസ് അല്ലെങ്കിൽ ഔട്ട്ലയേഴ്സ് കൊണ്ട് പെട്ടെന്ന് സ്വാധീനിക്കപ്പെടും. അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഇപ്പോ 1, 2, 3, 4, 100 എന്ന ഡേറ്റ എടുക്കുക. ഇതിന്റെ മീൻ എത്രയായിരിക്കും? എല്ലാം കൂടി കൂട്ടുമ്പോൾ 110, 5 കൊണ്ട് ഹരിക്കുമ്പോൾ 22. അതെ, കണ്ടോ?
ആദ്യത്തെ 4 സംഖ്യകളും വളരെ ചെറുതാണ്. പക്ഷേ ആ 100 എന്ന ഒറ്റ സംഖ്യ കാരണം മീൻ 22ആയി. അത് ശരിക്കും ആ ഡേറ്റയുടെ ഒരു കേന്ദ്രത്തെയാണോ കാണിക്കുന്നത്? അല്ല, ആ 100 എന്ന സംഖ്യ മൊത്തം കണക്കിനെയും വലിച്ചുയർത്തി. എക്സാക്ട്ലി. ഇതാണ് മീനിന്റെ ഒരു പ്രശ്നം. അപ്പോ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ ഔട്ട്ലയറുകൾ കാരണം വഴിതെറ്റിപ്പോകാത്ത ഒരു മെഷറുണ്ടോ? ഉണ്ട്. അവിടെയാണ് നമ്മുടെ അടുത്ത ആളുടെ പ്രാധാന്യം. മീഡിയൻ. അതായത് മീഡിയൻ. എന്താണ് മീഡിയൻ? ഒരു കൂട്ടം സംഖ്യകളെ വലിപ്പത്തിന്റെ ക്രമത്തിൽ, അതായത് അസെൻഡിംഗ് അല്ലെങ്കിൽ ഡിസെൻഡിംഗ് ഓർഡറിൽ എഴുതിയാൽ കൃത്യം നടുക്ക് വരുന്ന സംഖ്യ. അതാണ് മീഡിയൻ. ഓ, അപ്പോൾ മീഡിയൻ ഡാറ്റയെ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. 50% സംഖ്യകൾ മീഡിയനേക്കാൾ ചെറുതും 50% വലുതുമായിരിക്കും. അതെ. ഡാറ്റയിൽ ഇരട്ട സംഖ്യകളാണെങ്കിലോ അപ്പോൾ നടുക്കൊരാളാവില്ലല്ലോ. അപ്പോ നടുക്ക് 2 സംഖ്യകൾ വരും. അവയുടെ ശരാശരി എടുത്താൽ മീഡിയൻ കിട്ടും. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഡാറ്റയെ ക്രമത്തിലെഴുതുക എന്നുള്ളതാണ്, അല്ലേ? അതെ. അത് വളരെ പ്രധാനമാണ്. പരീക്ഷയിൽ സംഭവിക്കുന്ന ഒരു പ്രധാന തെറ്റാണത്. എപ്പോഴും ഓർക്കുക, മീഡിയൻ കാണാൻ ആദ്യം ഡേറ്റയെ ക്രമീകരിക്കണം. ശരി. അപ്പോൾ നേരത്തെ പറഞ്ഞ 1, 2, 3, 4, 10 എന്ന ഡാറ്റയുടെ മീഡിയൻ എത്രയായിരിക്കും? അതെ, ക്രമത്തിൽ തന്നെയാണ്. അപ്പൊ നടുക്ക് വരുന്നത് 3 ആണ്. മീഡിയൻ 3 ആണ്. അപ്പോ 100-ന് പകരം അവിടെ 1000 ആയിരുന്നെങ്കിലോ? അപ്പോഴും മീഡിയൻ 3 തന്നെയായിരിക്കും. കണ്ടോ, ആ എക്സ്ട്രീം വാല്യൂ മീഡിയനെ ബാധിക്കുന്നേയില്ല. അത് കൊള്ളാമല്ലോ. അതുകൊണ്ട് എക്സ്ട്രീം വാല്യൂസ് ഉള്ള ഡാറ്റയ്ക്ക് മീനിനേക്കാൾ നല്ല ആവറേജ് മീഡിയൻ ആയിരിക്കും. അതെ. ഈ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണാൻ ഒരു വലിയ ഫോർമുല പുസ്തകത്തിലുണ്ട്. മീഡിയൻ ഈക്വൽസ് ടു L + n/2 - CF × H/F. ഇത് കാണുമ്പോഴേ ഒരു പേടി തോന്നും. അതിന്റെ ആശയം മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. ഡേറ്റ 0 to 10, 10 to 20 എന്നിങ്ങനെ ക്ലാസ് ആയി തരുമ്പോൾ മീഡിയൻ ഏതോ ഒരു ക്ലാസ്സിനുള്ളിലാണെന്ന് നമുക്കറിയാം. അതാണ് മീഡിയൻ ക്ലാസ്. ശരി. ആ ക്ലാസിന്റെ തുടക്കമാണ് L, അതായത് ലോവർ ലിമിറ്റ്. ഓക്കെ. n/2 ആണ് നമ്മുടെ ലക്ഷ്യം, മീഡിയന്റെ സ്ഥാനം. CF എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസ്സിന് തൊട്ടു മുമ്പുള്ള ക്ലാസ് വരെയുള്ള ആകെ ഫ്രീക്വൻസിയാണ്, ഒരു ചെക്ക് പോയിന്റ് പോലെ. അപ്പോ CF എന്ന് വെച്ചാൽ നമ്മുടെ മീഡിയൻ ക്ലാസ്സിൽ എത്ര ദൂരം മുന്നോട്ട് പോകണമെന്ന് കിട്ടും. ഓക്കെ. ഇപ്പോ ആശയം പിടികിട്ടി. F എന്നത് മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി, H എന്നത് ക്ലാസിന്റെ വലുപ്പം. മീഡിയൻ ഡാറ്റയെ 2 ഭാഗമാക്കുന്നു എന്ന് പറഞ്ഞു. ഇതിന് കൂടുതൽ ഭാഗങ്ങളായി തിരിക്കാൻ പറ്റുമോ? പറ്റും. അതിനാണ് നമ്മൾ ക്വാർട്ടൈൽസ് ഉപയോഗിക്കുന്നത്. ക്വാർട്ടൈൽസ് ഡേറ്റയെ 4 തുല്യ ഭാഗങ്ങളായി തിരിക്കുന്നു. അതെങ്ങനെയാണ്? Q1, അതായത് ഫസ്റ്റ് ക്വാർട്ടൈൽ, 25% ഡാറ്റ ഇതിന് താഴെയായിരിക്കും. ഓക്കെ. Q2, സെക്കൻഡ് ക്വാർട്ടൈൽ, ഇത് നമ്മുടെ മീഡിയൻ തന്നെയാണ്, 50% ഡാറ്റ താഴെ. പിന്നെ Q3, തേർഡ് ക്വാർട്ടൈൽ, 75% ഡാറ്റ ഇതിന് താഴെയായിരിക്കും. കൊള്ളാം. ഇനി നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ആൾ, മോഡ്. എന്താണ് മോഡ്? മോഡാണ് കൂട്ടത്തിൽ ഏറ്റവും എളുപ്പം. ഒരു ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന സംഖ്യ, മോസ്റ്റ് ഫ്രീക്വന്റ് വാല്യൂ. ഇതെപ്പോഴാണ് കൂടുതൽ ഉപകാരപ്പെടുക? ഒരു ഷൂ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഷൂ സൈസ് ഏതാണെന്ന് അറിയണം. അവർക്ക് മീൻ കണ്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. ശരാശരി സൈസ് 7.3 എന്നൊക്കെ കിട്ടിയാൽ ആ സൈസിൽ ഷൂ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതെ, അവർക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന സൈസ് ഏതാണെന്നാണ്. അതാണ് മോഡ്. ഓക്കെ. അപ്പോ ഗുണപരമായ ഡാറ്റയ്ക്ക്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഏറ്റവും നല്ലത് മോഡാണ്. അതെ. പരീക്ഷയ്ക്കൊരു ചോദ്യം കിട്ടിയാൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? മീൻ, മീഡിയൻ, മോഡ്, ഇതിലേതാണ് കാണേണ്ടതെന്നൊക്കെ എങ്ങനെ തീരുമാനിക്കും? ആദ്യം ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക, എന്താണ് കാണേണ്ടത് എന്ന് ഉറപ്പിക്കുക. ശരി. പിന്നെ തന്നിരിക്കുന്ന ഡേറ്റ ഏത് തരമെന്ന് തിരിച്ചറിയുക. അൺഗ്രൂപ്പ്ഡ് ആണോ, ഡിസ്ക്രീറ്റ് ആണോ, അതോ കണ്ടിന്യൂസ് ആണോ എന്ന്. എന്നിട്ടോ? ശരിയായ ഫോർമുല തിരഞ്ഞെടുത്ത് എഴുതുക. ഫോർമുല എഴുതുന്നതിന് മാർക്കുണ്ട്. അത് നല്ലൊരു പോയിന്റാണ്. പിന്നെ ഒരു ടേബിൾ വരച്ച് കണക്ക് കൂട്ടലുകൾ ഭംഗിയായി ചെയ്യുക. ഓരോ സ്റ്റെപ്പും വ്യക്തമായി കാണിക്കുക. അവസാനം ഉത്തരം യൂണിറ്റ് സഹിതം എഴുതുക. സാധാരണ വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, മീഡിയൻ കാണുമ്പോൾ ഓർഡർ ചെയ്യാൻ മറക്കുന്നത്. അതെ, അത് ഏറ്റവും പ്രധാനം. പിന്നെ കണ്ടിന്യൂസ് സീരീസിലെ മീഡിയൻ ഫോർമുലയിൽ CF എടുക്കുമ്പോൾ തെറ്റാറുണ്ട്. അതങ്ങനെ? പലരും മീഡിയൻ ക്ലാസിന്റെ CF എടുക്കും. അത് തെറ്റാണ്. ശരിക്കും എടുക്കേണ്ടത് അതിന് തൊട്ടു മുമ്പുള്ള ക്ലാസിന്റെ CF ആണ്. ശരി, അത് ശ്രദ്ധിക്കാം. പിന്നെ ഫോർമുലകൾ തമ്മിൽ മാറിപ്പോകുന്നത്, കണക്കുകൂട്ടലിലെ അശ്രദ്ധ,
ഇതൊക്കെയാണ് സാധാരണ തെറ്റുകൾ. അപ്പോ ഈ ചാപ്റ്ററിൽ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. മീൻ, സാധാരണ ശരാശരി, എല്ലാ വിലകളെയും ആശ്രയിക്കുന്നു. എക്സ്ട്രീം വാല്യൂസ് ഇതിനെ ബാധിക്കും. മീഡിയൻ, മധ്യത്തിലുള്ള വില, ഡേറ്റയെ ക്രമത്തിലെഴുതണം. എക്സ്ട്രീം വാല്യൂസ് ഇതിനെ ബാധിക്കില്ല. മോഡ്, ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത്, ക്വാളിറ്റേറ്റീവ് ഡേറ്റയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഈ മീൻ മീഡിയൻ മോഡ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. സാധാരണയായി മീഡിയൻ എപ്പോഴും മീനിനും മോഡിനും ഇടയിലായിരിക്കും. അപ്പോ ഈ ഫോർമുലകൾ കാണുമ്പോൾ ഇനി പേടിക്കേണ്ടതില്ല. ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. അതെ, പരിശീലനത്തിലൂടെ ഇത് എളുപ്പമാകും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരാഴ്ച കൂടിയുണ്ട്. ഈ സമയം എങ്ങനെ ഉപയോഗിക്കാം? ഈ ഓഡിയോ 1-2 തവണ കൂടി കേൾക്കുക. അപ്പോ ആശയങ്ങൾ വ്യക്തമാകും. പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ ചെയ്തു കാണിച്ച ഉദാഹരണങ്ങൾ, സോൾവ്ഡ് എക്സാമ്പിൾസ്, സ്വന്തമായി ചെയ്തു നോക്കുക. എന്നിട്ട് എക്സസൈസസിലെ ചോദ്യങ്ങൾ ചെയ്യുക. അതെ, പിന്നെ ഒരു പേപ്പറിൽ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഫോർമുലകളെല്ലാം ഒരുമിച്ച് എഴുതി വെക്കുക. ദിവസവും അതൊന്ന് നോക്കുന്നത് ഓർമ്മിക്കാൻ സഹായിക്കും. നിങ്ങൾക്കിത് പഠിക്കാൻ കഴിയും. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ സമീപിക്കുക. നമ്മളിപ്പോൾ ഡേറ്റയുടെ കേന്ദ്രം കണ്ടെത്താനാണ് പഠിച്ചത്. എന്നാൽ ഒരു ഡേറ്റ എത്രത്തോളം പരന്നുകിടക്കുന്നു, അതായത് സ്പ്രെഡ് ഔട്ട് ആണ് എന്നെങ്ങനെ അറിയാൻ കഴിയും? അതെ, 2 ക്ലാസ്സുകളിലെ ശരാശരി മാർക്ക് 60 ആണെന്ന് കരുതുക. അതിന്റെ അർത്ഥം 2 ക്ലാസ്സിലെയും കുട്ടികൾ ഒരേ നിലവാരത്തിലാണെന്നാണോ? അല്ല, ഒരു ക്ലാസ്സിലെല്ലാവർക്കും 60-നടുത്ത് മാർക്കുണ്ടാവാം. മറ്റേ ക്ലാസ്സിൽ ചിലർക്ക് 90-ഉം ചിലർക്ക് 30-ഉം ആവാം. പക്ഷേ ശരാശരി 60 തന്നെയാവാം. അതെ, ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ അടുത്ത തവണ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. എല്ലാ ആശംസകളും.